ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗ്രൂപ്പ്. നമ്മൾ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ആണ് വിമനിൽ കണ്ടുവരുന്ന നമ്പർ 1 ക്യാൻസറസ് ആയിട്ടുള്ള രോഗം. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് സെൽസിന്റെ അബ്നോർമൽ ഗ്രോത്ത് ആണ്. അവ അൺകൺട്രോളബിളി ഗ്രോ ചെയ്യുകയും അതുപോലെ തന്നെ അൺകൺട്രോളബിളി ഗ്രോ ചെയ്തിട്ട് ട്യൂമേഴ്സ് ആയിട്ട് ഫോം ചെയ്ത് അത് മറ്റുള്ള ലിംഫ് നോഡ്സിലോട്ടും അതർ ബോഡി പാർട്സിലോട്ടൊക്കെ മെറ്റസ്റ്റാസൈസ്, അതായത് ഇൻവേഡ് ചെയ്ത് കയറുന്നതിനെയാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. മെയിനായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മിൽക്ക് ഡക്റ്റിലോ അല്ലെങ്കിൽ ഗ്ലാൻഡിലോ ആയിരിക്കും. പിന്നീടാണ് അത് ബാക്കിയുള്ള ലിംഫ് നോഡ്സിലോട്ടും, അതായത് തൊട്ടടുത്തുള്ള ലിംഫ് നോഡ്സിലോട്ടും അതർ ബോഡി പാർട്സിലോട്ടും സ്പ്രെഡ് ആവുന്നത്. ലിംഫ് നോഡ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ആക്സിലർ റീജിയനിലുള്ള ലിംഫ് നോഡ്സിലോട്ടാണ് ഇത് ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ആണ് മോസ്റ്റ്ലി പ്രസന്റ് ചെയ്യപ്പെടുന്നത് ഒരു പെയിൻലെസ് ലംബായിട്ടോ അതുപോലെ തന്നെ ഒരു പെയിൻലെസ് ലംബായിട്ടോ അല്ലെങ്കിൽ തിക്കനിങ് ഇൻ ദ ബ്രസ്റ്റ് ആയിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. പെയിൻലെസ് ലംബ് അല്ലെങ്കിൽ തിക്കനിങ് ഇൻ ദ ബ്രസ്റ്റ് ആയിട്ട്. ഇങ്ങനെ ഒരു അബ്നോർമൽ ലംബ് അല്ലെങ്കിൽ തിക്കനിങ് കണ്ടെത്തിയാൽ ഉടനെ തന്നെ, അതായത് വിത്തിൻ ഒരു 1 to 2 months തന്നെ, അല്ലെങ്കിൽ 1 to 2 months ആയിട്ട് ഇങ്ങനെ ഒരു അബ്നോർമാലിറ്റി പ്രസന്റ് ആണെങ്കിൽ ഒരു ഹെൽത്ത് പ്രാക്ടീഷണറെ കൊണ്ടേ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. നോ പെയിൻ ഓൺ, അതിൻ്റെ കൂടെയുള്ള പെയിൻ ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ലംബിന്റെ പ്രസൻസ് തന്നെ നമ്മളൊരു ഡോക്ടറെ അടുത്ത് കാണിക്കണം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. കാരണം ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെങ്കിൽ, അതൊരു ക്യാൻസറസ് ആവാനുള്ള ചെറിയൊരു സാധ്യതയെങ്കിലും ആ ലംബിനുണ്ടെങ്കിൽ നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെ ഒരു പെയിൻലെസ് ലംബോ തിക്നിങ് കണ്ടാൽ അപ്പോൾ തന്നെ ഒരു 1 to 2 month ആയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മളത് മെഡിക്കൽ പ്രാക്ടീഷണറിനെ, ഡോക്ടറിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹു ഈസ് അറ്റ് ഹയർ റിസ്ക്? ബ്രസ്റ്റ് ക്യാൻസർ വരാൻ റിസ്ക് കൂടുതൽ ആർക്കൊക്കെയാണ്? ഏജ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ളവർക്ക്, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്, അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് കീപ്പ് ചെയ്യുന്നവർക്ക്, ആൽക്കഹോൾ കൺസംഷൻ ഉള്ളവർക്ക്, ഇവർക്കൊക്കെയാണ് മെയിനായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുള്ളത്. ഫർദർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഏജ് നോക്കുന്നു. ഏജിൽ 35 വയസ്സിന് താഴെയുള്ളവർക്ക്, 35 വയസ്സിന് താഴെയുള്ളവർക്ക് കോമൺ ആയിട്ട് ഇത് കാണപ്പെടാറില്ല. അൺകോമൺ ആണ് ഇവരിൽ ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷെ വയസ്സ് കൂടുന്തോറും ഏകദേശം ഒരു 35 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 40 വയസ്സിന് താഴെയാണ് ഫസ്റ്റ് ടൈം ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഐഡന്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഇവർക്ക് 40 വയസ്സിന് താഴെയുള്ള ഏജിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു റിലാപ്സ് ഉണ്ടാവാൻ 40 വയസ്സിന് ശേഷം വരുന്നവരിലേക്കാൾ കൂടുതൽ 40 വയസ്സിന് മുന്നേ ഫസ്റ്റ് ടൈം ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്ക് അത് റിലാപ്സ് ആയി വീണ്ടും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സെക്കൻഡ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, അതായത് മെയിനായിട്ടും മദറിനോ സിസ്റ്ററിനോ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോസിറ്റീവാണ്, റിസ്ക് ഫാക്ടർ കൂടുതലാണ് നമുക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ. മെയിനായിട്ട് അവർ പ്രീ മെനപ്പോസൽ ടൈമിൽ, അവരുടെ മെൻസസ് സ്റ്റോപ്പ് ആവുന്നതിന് മുന്നേ ഉള്ള ടൈമിൽ മദറിനോ സിസ്റ്ററിനോ ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള ആ ഒരു നെക്സ്റ്റ് ഡോട്ടറിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫീമെയിലിന് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഫർദർ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നതാണ് പാരിറ്റി. പാരിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടൈം ദേ ഹാവ് ബീൻ പ്രഗ്നന്റ് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ചൈൽഡിനെ ബെയർ ചെയ്യുന്നത് ഏറ്റവും ഏർലി ടൈമിലാണെങ്കിൽ അതിനനുസരിച്ച് റിസ്ക് കുറവാണ്. ഫുൾ ടേം പ്രഗ്നൻസി, അതായത് 9 മന്തും കംപ്ലീറ്റ് ആയിട്ട് പ്രഗ്നൻസി കംപ്ലീറ്റ് ആയേക്കുന്നത് ഏർലി ഏജസിലാണെങ്കിൽ അതൊരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ആണ് നൽകുന്നത്. ഇവിടെ പാരിറ്റി കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഏർലി പ്രഗ്നൻസിക്ക് അനുസരിച്ച് റിസ്ക് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ സെർവൈക്കൽ ക്യാൻസറിൽ തിരിച്ചായിരുന്നു, ഏർലി പാരിറ്റി ആണെങ്കിൽ റിസ്ക് കൂടുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ലേറ്റ് 30s നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസി വരുന്നതെങ്കിൽ റിസ്ക് ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അൺമാരീഡ് വിമൺ ആണെങ്കിലും ബ്രസ്റ്റ് ട്യൂമേഴ്സ് വരാൻ സിംഗിൾ വിമണിനേക്കാൾ കൂടുതൽ, മാരീഡ് ആയിട്ടുള്ള സിംഗിൾ വിമണിനേക്കാൾ കൂടുതൽ അൺമാരീഡ് ആയിട്ടുള്ള വിമണിന് ബ്രസ്റ്റ് ട്യൂമർ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നള്ളിപാരസ് ആയിട്ടുള്ള വിമണിനും, നള്ളിപാരസ് എന്ന് പറയുമ്പോൾ ഇതുവരെ പ്രഗ്നന്റ് ആവാത്ത വിമണിനും പ്രഗ്നൻസിക്ക് ഉള്ള സാധ്യത ഇല്ലാത്ത വിമൻസ് ആണ് നള്ളിപാരസ് വിമൺ. സോ നള്ളിപാരസ് ആയിട്ടുള്ള വിമണിനും റിസ്ക് ഫാക്ടർ കൂടുതലാണ്. പിന്നെ വരുന്നത് ഏജ് അറ്റ് മെനാർക്കി ആൻഡ് മെനോപോസ്. മെനാർക്കി എന്ന് പറയുന്നത് ഫസ്റ്റ് മെൻസ്ട്രേഷനും മെനോപോസ് എന്ന് പറയുന്നത് ലാസ്റ്റ് മെൻസ്ട്രേഷനും ആണ്. സോ ഏർലി മെനാർക്കിയും ലേറ്റ് മെനോപോസും ഒക്കെ ആയിട്ടുള്ള ഒരു വിമൺ ആണെങ്കിൽ,
അവർക്ക് മെൻസസ് ആവുന്നത് വളരെ ചെറിയ ഏജിൽ മെൻസസ് ആവുകയും വയസ്സ് കുറഞ്ഞിട്ടാണ്, ഒത്തിരി വയസ്സ് കഴിഞ്ഞിട്ടാണ് മെനപ്പോസ് ആവുന്നത്. അങ്ങനെയുള്ള 2 കണ്ടീഷനിലും റിസ്ക് കൂടുതലാണ്. അതിന്റെ അർത്ഥം എത്ര നാള് മെൻസ്ട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു 40 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വർഷം മെൻസ്ട്രുവേഷൻ ഉള്ള ഒരു വിമണിന് റിസ്ക് കൂടുതലാണ്. 30 വർഷത്തേക്കാൾ കൂടുതൽ, ഒരു 30 വർഷം മെൻസ്ട്രുവേഷൻ നടത്തുന്ന ഒരു വിമണിനേക്കാൾ കൂടുതൽ 40 വർഷമോ അല്ലെങ്കിൽ അതിനധികമോ വർഷം മെൻസ്ട്രുവേഷൻ നടക്കുന്ന സിസ്റ്റം ഉള്ള വിമണിനാണെങ്കിൽ അവർക്ക് റിസ്ക് കൂടുതലാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ളത്. അതുപോലെ തന്നെ ഹോർമോണൽ ഫാക്ടേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഹോർമോണൽ ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏർലി മെനാർക്കിയും ലേറ്റ് മെനോപോസും ഒക്കെ മെയിനായിട്ട് റിസ്ക് കൂട്ടുന്നതാണെന്ന്. അതിന്റെ അർത്ഥം ഓവറിക്ക് അതിലൊരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ അതിലൊരു ചാൻസ്, ഓപ്ഷൻ ഓവറിക്ക് അല്ലെങ്കിൽ ഓവറിയുടെ ഫംഗ്ഷനിങ്ങിന് ബ്രസ്റ്റ് ക്യാൻസറിൽ ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഈസ്ട്രജൻ ലെവല് എലിവേറ്റഡ് ആയാലോ പ്രൊജസ്ട്രോണിന്റെ ലെവല് എലിവേറ്റഡ് ആയാലോ ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് കൂടും. അങ്ങനെയാണ് ഹോർമോണൽ ഫാക്ടർ വരുന്നത്, പ്രൊജസ്ട്രോണും ഈസ്ട്രജനും തമ്മിലുള്ള റിലേഷൻ. പിന്നെ പ്രയർ ബ്രസ്റ്റ് ബയോപ്സി. എല്ലാ ലംബും എല്ലാ തിക്നിങ്ങും ബ്രസ്റ്റ് ക്യാൻസർ ആവണമെന്നില്ല, ക്യാൻസറസ് ആവണമെന്നില്ല, മാലിഗ്നൻസി ഉണ്ടാവണം എന്നില്ല. മറിച്ച് ബെനൈൻ ആയിട്ടുള്ള ബ്രസ്റ്റ് ലംബും വരാം. അതായത് ക്യാൻസറസ് അല്ലാത്ത ലംസും അവിടെ ഉണ്ടാകാം. ക്യാൻസറസ് അല്ലാത്ത ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ബയോപ്സി ചെയ്ത് ഇത് കണ്ടെത്താൻ നോക്കും. സോ അങ്ങനെ ഒരു ബയോപ്സി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരിയല്ല, ബട്ട് സ്റ്റിൽ സാധാരണ ഉള്ളതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ റിസ്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാം, പ്രയർ ബ്രസ്റ്റ് ബയോപ്സിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ. പിന്നെ വരുന്നത് ഡയറ്റ് ആണ്. ഹൈ ഫാറ്റ് ഡയറ്റും ഒബീസിറ്റിയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊരു ഹൈപ്പോത്തസിസ് നിലവിലുണ്ട്. അതുപോലെ തന്നെ ഫാറ്റ് ബ്രസ്റ്റ് ക്യാൻസറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ളവരിൽ കണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ടും. സോ ഡയറ്റ് ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ കൃത്യമായിട്ടൊരു സ്പെസിഫിക്കേഷൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഹൈ ഫാറ്റ് ഡയറ്റും ഒബീസിറ്റിയും ഒക്കെ അസോസിയേറ്റഡ് ആണ് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട്. നെക്സ്റ്റ് വരുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. ഇവിടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കൂടിയ ഗ്രൂപ്പ്സിലാണ് കൂടുതലായിട്ട് റിസ്ക് കൂടുതൽ കാണപ്പെടുന്നത്. ബട്ട് സെർവൈക്കൽ ക്യാൻസറിൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കുറവായിട്ടുള്ളവരിലായിരുന്നു കണ്ടുവരുന്നത്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കൂടിയവരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് അവരെല്ലാം ലേറ്റ് മാരേജും അതുപോലെ തന്നെ ലേറ്റ് പ്രഗ്നൻസി ചൂസ് ചെയ്യുന്നവരുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഫസ്റ്റ് ബർത്ത് ഹയർ ഏജിലായിരിക്കും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഹൈ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിലുള്ളവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് പറയുന്നത്. ബാക്കി വരുന്ന അതർ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഫസ്റ്റ് റേഡിയേഷൻ. ഏറ്റവും കൂടുതൽ റേഡിയേഷൻ എഫക്റ്റ് അനുഭവിക്കുന്ന വിമൻസിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അധികമായിട്ട് യൂസ് ചെയ്യുന്നവരിൽ മെയിനായിട്ട് ലിറ്റിൽ എഫക്റ്റ് ആണ് കാണപ്പെടുന്നുള്ളൂ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്. ബട്ട് ഒരു 25 വയസ്സിന് മുകളിലേ തുടങ്ങി പിൽസ് എടുത്ത് തുടങ്ങുന്നവർക്ക്, ഓറലി പ്രഗ്നന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുന്നവരിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. സോ അത്രയാണ് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞത്. റിസ്ക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് പ്രിവെൻഷൻ. ബ്രസ്റ്റ് ക്യാൻസർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. മെയിനായിട്ട് ബിഹേവിയറൽ ചോയ്സസ് ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും ഇതിൻ്റെ മെയിൻ ഫാക്ടറാണ്. സോ അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊലോങ്ഡ് ബ്രസ്റ്റ് ഫീഡിങ്. നമ്മളൊരു ബേബി ഉണ്ടായി കഴിഞ്ഞാൽ 2 ഇയർ കംപ്ലീറ്റ് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 6 മന്ത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, അല്ലാതെ 2 ഇയർ വരെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ എത്രമാത്രം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നോ അത്രമാത്രം നമ്മുടെ ബ്രസ്റ്റ് ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഒബീസിറ്റിയിൽ നിന്നൊക്കെ മാറണം. ദെൻ വെയിറ്റ് കൺട്രോൾ ചെയ്യണം. ആൽക്കഹോളിൻ്റെ യൂസസ് അവോയ്ഡ് ചെയ്യണം. ടൊബാക്കോ സ്മോക്കുമായിട്ട് നമ്മൾ സ്മോക്ക് ചെയ്യാനും പാടില്ല. സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എഫക്റ്റ് ചെയ്യുന്നത്, അതായത് വീട്ടിലുള്ള ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്മോക്ക്, ആ ഒരു പുകയടിച്ചും ആ പുക ശ്വസിച്ചും നമുക്ക് ടൊബാക്കോ സ്മോക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാം. സോ ആ എക്സ്പോഷറും കുറയ്ക്കണം. അതുപോലെ തന്നെ ഹോർമോൺസ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കണം. ഇപ്പോൾ മെൻസ്ട്രേഷൻ റെഗുലർ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കോൺട്രാസെപ്ഷന് വേണ്ടിയിട്ടാണെങ്കിലും വേറെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഹോർമോൺ പിൽസ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യണം. ദെൻ റേഡിയേഷൻ എക്സ്പോഷറും കുറയ്ക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് ബിഹേവിയറൽ ചോയ്സസ് വഴിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് വരുന്നത്. നെക്സ്റ്റ് സിംറ്റംസ് ഓഫ് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്
ബ്രസ്റ്റ് പെയിൻ ഉണ്ടാകാം നമുക്ക്. ഒരു ടെൻഡർനെസ് തൊടുമ്പോൾ ഉള്ള പെയിനോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ബ്രസ്റ്റിന് മാത്രമായിട്ടോ സിവിയർ ആയിട്ടുള്ള പെയിൻ നമുക്ക് ഫീൽ ചെയ്യാം. ബ്രസ്റ്റ് ഡിംപ്ലിംഗ് ഓർ സ്കിൻ ടെക്സ്ചർ ചേഞ്ചസ് ഉണ്ടാകും. ഡിംപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺസ് പോലെ നമ്മുടെ സ്കിന്ന് നമുക്ക് ഫീൽ ചെയ്യും ബ്രസ്റ്റിന്റെ ചുറ്റുമുള്ള. അതാണ് ബ്രസ്റ്റ് ഡിംപ്ലിംഗ് ഓർ സ്കിൻ ടെക്സ്ചർ ചേഞ്ചസ് ഉണ്ടാകുന്നത്. ദെൻ ലംബ് ഇൻ ദ ബ്രസ്റ്റ് ഓർ ആംപിറ്റ്. ബ്രസ്റ്റിലോ ലംബിലോ നമ്മൾ തൊടുമ്പോൾ നമുക്കൊരു ഒരു കട്ടിയുള്ള മാസ് അല്ലെങ്കിൽ ഒരു തടിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അത് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന തടിപ്പ് തന്നെ ആവണമെന്നില്ല. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു കല്ലിപ്പ് ഫീൽ ചെയ്യുന്നതാവാനും പറ്റും. ദെൻ ഇൻവേർട്ടഡ് നിപ്പിൾ ഓർ നിപ്പിൾ ഡിസ്ചാർജ്. ഇൻവേർട്ടഡ് നിപ്പിൾ എന്ന് പറയുമ്പോൾ നിപ്പിള് അകത്തോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥയോ അതുപോലെ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജസ് എന്തെങ്കിലും സെക്രീഷൻസ് വൈറ്റ് കളേർഡോ ബ്ലഡ് കളേർഡോ ആയിട്ടുള്ള സെക്രീഷൻസ് കാണപ്പെടുന്നത്. അതുപോലെ ബ്രസ്റ്റിന്റെ ഷേപ്പിനും സൈസിനും ചേഞ്ച് ഉണ്ടാകുന്നു. റെഡ്നെസ്സും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് ഏർലി സിംറ്റംസിൽ വരുന്നത്. സ്ക്രീനിങ്ങിന്റെ പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീൻ ചെയ്യാൻ മെയിനായിട്ട് നമ്മൾ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നതും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവും സിമ്പിളും ആയിട്ടുള്ളത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ആണ്. അത് പേഷ്യൻ്റ് തന്നെ, അതായത് വിമണിന് തന്നെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനും ചെയ്യാം. അതുപോലെ ഒരു ഫിസിഷ്യന് ക്ലിനിക്കൽ സെറ്റിങ്ങിൽ വെച്ച് പാൽപേഷൻ ചെയ്ത് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാം. ദെൻ തെർമോഗ്രഫി മാമോഗ്രഫി പോലുള്ള പ്രൊസീജിയേഴ്സ് വഴിയിട്ടും ചെയ്യാം. തെർമോഗ്രഫിയും മാമോഗ്രഫിയും എന്താണെന്ന് വെച്ചാൽ, മാമോഗ്രാം യൂസ് ചെയ്യുന്നത് എക്സ്റേസ് ആണ് ബ്രസ്റ്റ് അനാട്ടമി അറിയാൻ വേണ്ടിയിട്ടും. അതുപോലെ അതാണ് ഒരു പ്രൈമറി സ്ക്രീനിങ് ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർലി സ്റ്റേജസിൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മാമോഗ്രഫി. അവിടെ മെയിനായിട്ട് വരുന്നത് എക്സ്റേസ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് തെർമോഗ്രാമിൽ വരുമ്പോൾ ഇൻഫ്രാറെഡ് ക്യാമറാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് ക്യാമറാസ് യൂസ് ചെയ്തിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ, അവിടുത്തെ ബ്ലഡ് ഫ്ലോയിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അതുപോലെ തന്നെ അങ്ങനെ ക്യാൻസറിന്റെ പ്രസൻസ് നമുക്ക് സിഗ്നൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് തെർമോഗ്രഫി ഒരിക്കലും മാമോഗ്രാമിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത് മാമോഗ്രാം തന്നെയാണ്. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു, ആ പേഷ്യൻ്റ് തന്നെ അല്ലെങ്കിൽ വിമൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്വന്തം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്ത് നോക്കുന്നതാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. അതിൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചാൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അതിൻ്റെ തുടക്കങ്ങളുണ്ടെങ്കിൽ കണ്ടെത്താനും അത് ഏറ്റവും ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാനും ഫെർദർ ഫോളോ അപ്പ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്, നമുക്ക് മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് വിഷ്വലി നമുക്ക് നോക്കാം. വിഷ്വലി എന്തെങ്കിലും സൈസിനോ ഷേപ്പിനോ സ്കിൻ ഡിംപ്ലിങ്ങോ അല്ലെങ്കിൽ ഡിസ്ചാർജസ് ഒക്കെ ഉണ്ടോയെന്ന്. ദെൻ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ രണ്ട് ഹാൻഡ്സും മുകളിലോട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ഫർദർ കുറച്ചും കൂടെയും ഡീറ്റെയിൽ ആയിട്ട് ബ്രസ്റ്റിൻ്റെ സൈസിനോ ഷേപ്പിനോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് ആംപിറ്റിൻ്റെ അടിയിൽ നിന്ന്. നമ്മൾ പറഞ്ഞു ലിംഫ് നോട്ട്സിൻ്റെ അങ്ങോട്ടൊക്കെ ഇതിൻ്റെ സ്പ്രെഡ് ഉണ്ട്. ആംപിറ്റിൻ്റെ അടിയിലും എന്തെങ്കിലും തരത്തിലുള്ള ലംബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ നമ്മുടെ ബ്രസ്റ്റിനെ നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുക, തൊട്ട് നോക്കുക. അതുപോലെ തന്നെ സർക്കിൾസ് ആൻഡ് വെഡ്ജസ് രീതിയിൽ, സർക്കുലർ രീതിയിൽ ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്ത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വെഡ്ജസ് എന്ന് പറയുമ്പോൾ പല ഡയറക്ഷനിലോട്ട് നമുക്കിതിനെ ഓരോ വെഡ്ജായിട്ട് തിരിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുക. ദെൻ ലാസ്റ്റ് ഫൈനലി നമ്മൾ നിപ്പിൾ ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് നോക്കും എന്തെങ്കിലും ഡിസ്ചാർജസ് വരുന്നുണ്ടോയെന്ന്. ഇങ്ങനെ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും അതുപോലെ തന്നെ ബെഡിൽ കിടന്നുകൊണ്ടും നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏത് സൈഡിലുള്ള ബ്രസ്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ സൈഡിലുള്ള ഹാൻഡ്സ് നമ്മുടെ തലയുടെ ബാക്കോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കുറച്ചും കൂടെയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടുക. സോ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ആണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രീനിങ് മെത്തേഡ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് ആണ്. WHO ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് GBCIയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ മൂലമുള്ള ഗ്ലോബലി ഉള്ള മോർട്ടാലിറ്റി മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. അതൊരു 2.5% ഓരോ വർഷവും കുറച്ച് ഏകദേശം ഒരു 2020 to 2040 ഇടയിൽ 2.5 മില്യൺ ബ്രസ്റ്റ് ക്യാൻസർ മൂലം ഉണ്ടാകുന്ന ഡെത്തിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഈ ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ മോർട്ടാലിറ്റി കുറച്ചുകൊണ്ട് 2.5% എവറി ഇയർ കുറയ്ക്കുന്നതുകൊണ്ട് 25% ഓഫ് ഡെത്ത് 2013 40% ഓഫ് ഡെത്ത് 2014 നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 70 ഇയേഴ്സ് ഓഫ് ഏജിന് താഴെയുള്ള വിമൻസിലാണ് നമ്മളിത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ 3 പില്ലേഴ്സ് ആയിട്ട് വരുന്നത്
ഫസ്റ്റ് ഏർലി ഡിറ്റക്ഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വലിനെയും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനെ പറ്റി പഠിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ഡൗട്ട് തോന്നിയാൽ കറക്റ്റായിട്ടൊരു ക്ലിനിക്കിൽ ചെന്ന് മെഡിക്കൽ പ്രാക്ടീഷണറുമായിട്ട് സമീപിക്കുക എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഏർലി ഡിറ്റക്ഷൻ നമ്മൾ കൂട്ടുന്നു. അതുപോലെ തന്നെ ടൈംലി അതിനെ ഡയഗ്നോസ് ചെയ്യാനുള്ള പ്രോസസ്സ് നമ്മൾ കൂട്ടുന്നു. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ മാനേജ്മെന്റ്, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ മാനേജ്മെന്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതാണ് WHO ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവും 3 പില്ലേഴ്സും വന്നത്. സോ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി നമ്മൾ എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു, സിംറ്റംസ് പറഞ്ഞു, പ്രിവെൻഷൻ പറഞ്ഞു, റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു, സ്ക്രീനിങ് പറഞ്ഞു. റിസ്ക് ഫാക്ടേഴ്സും സ്ക്രീനിങ്ങും മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെർവിക്കൽ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഒരുമിച്ച് പഠിക്കുവാണെങ്കിൽ രണ്ടും ഏകദേശം ഒരു ഓപ്പോസിറ്റ് ഇതായിട്ടാണ് വരുന്നത്. സോ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. ഇത്രയാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി മെയിൻ ആയിട്ട് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.